മുഖ്യമന്ത്രി എല്ലാം സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം 45 മിനിറ്റ് സംസാരിച്ചപ്പോൾ 40 മിനിറ്റ് 1920 മുതലുള്ള പോലീസ് സംവിധാനത്തെക്കുറിച്ചാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് കേരളപ്പിറവിക്ക് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അത് ഏകദേശം ഒരു 4 മിനിറ്റാണ് ഇപ്പോഴുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ചത്. അത് പീച്ചിയിലെ കാര്യം തെറ്റായിട്ടാണ് പറഞ്ഞത്. കണ്ണനല്ലൂരിലെ കാര്യം വേറൊരു കേസിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. മുഴുവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പോലീസുകാരെ എഴുതി കൊടുത്തത് അദ്ദേഹം വായിച്ചാണ്. പോലീസുകാരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്ക് തെറ്റായി എഴുതി കൊടുത്ത കാലമാണ്. അതാണ് അദ്ദേഹം വന്നിട്ട് ആ അബദ്ധം അദ്ദേഹത്തിന് അസംബ്ലിയിൽ പ്രസംഗിക്കേണ്ട ഗതികേടുണ്ടായത്. മുഖ്യമന്ത്രിക്ക് പോലീസുകാരെ എഴുതി കൊടുത്താണ് വായിച്ചത്. അത് തെറ്റായിരുന്നു. മാത്രമല്ല, അടൂരിലെ വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നാണ്. ആ കുടുംബം, അവരുടെ മാതാപിതാക്കൾ, ഇയാളോടൊപ്പം പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസ് ചവിട്ടിയ പിതൃ സഹോദരി ഉൾപ്പെടെ പറഞ്ഞത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണെന്നാണ്. അടൂരിലെ മേഖലാ സെക്രട്ടറി CPM നേതാക്കന്മാർ കള്ളക്കേസിൽ കുടുക്കി പോലീസ് സ്റ്റേഷനിലിട്ട് തല്ലി മൃതപ്രായനാക്കി 4 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് മർദ്ദനം കൊണ്ട് മരിച്ചുപോയ ആളെക്കുറിച്ച് പോലും അതുപോലും അന്വേഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ സമീപനം അതാണ്. ഗവൺമെൻറ് സഭയിൽ പോലീസിനെ കുറ്റവാളികളായ പോലീസുകാരെ, പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരെ പോലീസ് സ്റ്റേഷനിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ച കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിനായിട്ടാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം പങ്കെടുപ്പിച്ച് ഞങ്ങൾ നിയമസഭയിൽ പരിപാടി എല്ലാമാരുടെ തുടരുന്നു. സതീഷേട്ട, ഇന്നിപ്പോൾ ഈ ജില്ലയിൽ ഇവിടെ നടക്കുന്ന ഈ പരിപാടിയിൽ മുസ്ലിം ലീഗ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അല്ല, ഞങ്ങൾ പരിശോധിക്കാൻ എന്താണെന്ന് അറിയില്ല.